സ്ത്രീധന രഹിത കല്യാണമാണ്. അങ്ങനെ മഞ്ഞ കല്യാണം ഇല്ല, വലിയ കല്യാണം ഇല്ല. പിന്നെ നമ്മൾ വിചാരിച്ച ചെറിയ കല്യാണം നടത്താം, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നടത്താം. മാസോപ്പിൽ വീട്ടിൽ വിജയരാജ് മകൾ അരുന്ധതി വിജി എന്ന ഞാൻ, വിയർ നിവാസ് വീട്ടിൽ വിജയൻ മകൻ അനൂപിനെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം നിയമാനുസൃതമായി ഭർത്താവായി സ്വീകരിച്ചിരിക്കുന്നു. നമ്മളെ തീരുമാനം നമ്മൾ വീട്ടുകാർക്ക് പറഞ്ഞു. ഒരു 99% എതിർപ്പ് വന്നു. പിന്നെ ഓരോരുത്തരായിട്ട് കൺവിൻസ് ചെയ്തു, ഒറ്റയ്ക്ക് മാറ്റി നിർത്തി സംസാരിക്കുന്നു. ഓരോരുത്തരെ കൺവിൻസ് ചെയ്ത് മൊത്തത്തിൽ എല്ലാവരെയും കൺവിൻസ് ചെയ്താക്കി. തിരിയുടെ കതിരൊളിയോ മൽച്ചേലൂടെ മിഴീന ചിമ്മിത്തൊഴുതുണരാൻ ഇന്നെന്താണെന്താവോ ചിരി ചിരി ചെറു ചിരി ചിരിയുടെ കുളിരൊളി നീ മുറ്റത്തെ മൺചിരാതിന്റെ ചുണ്ടിലേറുന്നതാരെ കണ്ടാവോ ചുണ്ടിലേറുന്നതാരെ കണ്ടാവോ ഈ തെരുവിനോരങ്ങളിൽ നീ എഴുതിടും കോലമോ കളഭമാടുന്ന നേരം ആ പരിമളം മന്ദമെൻ ഹൃദയം തഴുകി അഴകേ സമയമേ നീ ഒഴുകി നീങ്ങാതിവിടെ മതിവരെ നിന്നു തരൂ നിറയുക സിരകളിൽ അനുപമലഹരികളെ പകലിലേറെ അഴകുമായി വരുമൊരതിശയരാവു തരും സുഖമിതു മറയരുതെനിയൊരു പിറവി വരെ കാതിനോരമായി
ചുണ്ടിലേറുന്ന കാലെ കണ്ടാവോ ആലോലം ചാഞ്ചാടും നാളത്തിൽ ചേരുന്നേ ആരോ പൊൻസൂര്യനും ഉയിരിൽ നിറയും അരിയ കിനാവുകളെ ചിറകിൽ ഉയരാൻ കൊതിയ മധുരം പകരും ഒരു പിടി നിമിഷവുമായി ഇതുവഴി പോരുവതാരോ കാതലും സഖി ഇതുപോലെ വാഴ്വിലും ഉന്മൊഴി മായാപ്പൂവേ ഇന്നും മുனை വിട്ട് നീ எனதாகி காத்திருப்பே கண்மணியே உனை சேர காலமீறி காதல் சேருமே என் நெஞ்சம் மீதிலே நீ பொன் கணம் கரைந்திடுவோ உயிருரைத்திடுவோ நீ எந்த உயிர் தொடும் விதங்கள் நான் என்னை மறந்திடும் இடங்கள் கரைந்திடுவோ நான் போகும் பாதையெங்கிலும் மௌனம் நிலைத்த நெஞ்சிலும் கனாவில் எந்த காதல் கொண்டு வா நான் செல்லும் தூரம் நீளினும் காலம் கலைந்து போயினும் நிலாவை போலே வானம் எங்கும் வா வினோதமா தலைக்குமோ அகம் என்னவோ நீயும் இந்த விண்ணிலாடிடும் இரவின் வண்ணம் சேர்த்திடும் நிலவா பொன் கணம் கரைந்திடுவோ உயிருரைந்திடுவோ நீ எந்த உயிர் தொடும் விதங்கள் நான் என்னை மறந்திடும் இடங்கள் கரைந்திடுவோ കണ്ണോരത്ത് കൈതോരത്ത് നീ എന്നോടെന്നും ചേർന്നിരുന്നു ചാരത്ത് കണ്ണോരത്ത് കൈതോരത്ത് നീ സ്വപ്നം പോലെ
വാടി നീ ദുപ്പട്ട വാലി തൊട്ടപ്പാടെ ഉള്ളാകെ ഭോലി ഭാലി കയ്യാകെ മിന്നി മിന്നി രംഗ് രംഗോലി കണ്ണാകെ പൂക്കട പൂത്തിരി നീ ദിവാലി കണ്ണിടഞ്ഞുവോ അതിലുലഞ്ഞുവോ ചിരി വിരിഞ്ഞുവോ അതിലലിഞ്ഞുവോ മിഴിയാകെ ചടങ്ങിലേക്ക് പോവാം. എല്ലാവർക്കും നന്ദി പ്രകടിപ്പിക്കുന്നു. ഈ എൻ്റെ മകനും മരുമകൾക്കും ആശംസകൾ നേർന്നുകൊണ്ട് എല്ലാവർക്കും നന്ദി. ഒരുപാട് സന്തോഷം സാർ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. മറ്റേ സ്വീറ്റ് ആൻഡ് ക്രിസ്പായിട്ട് നമ്മൾ 2 വാക്കിൽ പറഞ്ഞാൽ അതിലെല്ലാം ഉണ്ട്. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഇനി അഖിൽ, കമോൺ, വലിയൊരു സ്പീച്ചാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. Thank you for all. Mr. Anoop and Arundhati, wish you a happy married life. Thank you. അരുൺ ചേട്ടൻ വരുന്നുണ്ട്, ടെൻഷൻ ആവണ്ട. Wish you all the best, my bride, Anoop and Arundhati. Wish you all the best. Congrats. ഇവിടെ കൂടിച്ചേരുന്ന എല്ലാ എൻ്റെ കുടുംബാംഗങ്ങൾക്കും നമസ്കാരമുണ്ട്. കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് എല്ലാം സെറ്റാക്കി, അവരാണ് എല്ലാം മുൻനിന്ന് എല്ലാം സെറ്റാക്കി എടുത്തത്. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. എന്തായാലും പരിപാടി ഗ്രാൻഡായിരുന്നു. എല്ലാവിധ ആശംസകളും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും. ബാക്കി വൈഫ് കൊടുക്കും. രണ്ടുപേർക്കും ഹാപ്പി മാരീഡ് ലൈഫ്. നിങ്ങൾ ഇതുവരെ എങ്ങനെയായിരുന്നു അന്നെല്ലാം അടിച്ചു പൊളിച്ച് നല്ല ഹാപ്പി ആയിട്ടാണ് ഇതുവരെ വന്നത്. അതുപോലെ തന്നെ ലൈഫിൽ മുമ്പോട്ട് പോവുക. എന്താന്ന് വെച്ചാൽ അരുന്ധതി എന്നെ റീച്ച് ഔട്ട് ചെയ്ത ഫസ്റ്റ് ഡേ ആണ്. അതായത് ഇന്ന് കല്യാണത്തിന് 6 മാസം മുന്നെയാണ് എന്നെ ആങ്കർ ചെയ്യാൻ വേണ്ടി വിളിച്ചത്. ബിക്കോസ് അത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഇത്രയും മുന്നേ എനിക്കൊരു എൻക്വയറി വന്നൊരു കല്യാണമേ ഇല്ല ഇതുവരെയും. അതായത് ഞാൻ പറഞ്ഞു, എടാ ഇത്ര നേരത്തെ ഒന്നും പറയണമെന്നില്ല, 2 ആഴ്ച മുമ്പേ പറഞ്ഞ് ഞാൻ അവൈലബിൾ ആയിക്കോളാം. ആൻഡ് ഷി വാസ് ലൈക്ക്, ചേച്ചി ഒരു കല്യാണമല്ലേ ഉള്ളൂ, അടിച്ചു പൊളിക്കണം. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇവരെ കല്യാണത്തിന്. അതുകൊണ്ട് എനിക്ക് നിങ്ങൾ രണ്ടുപേരെയും ഇപ്പം ഈ മൊമെന്റിൽ നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് എനിക്ക് കേൾക്കണം. ഫസ്റ്റ് നമുക്ക് അരുന്ധതിയിലേക്ക് പോകണോ അനൂപിലേക്ക് പോകണോ?
ലേഡീസ് ഫസ്റ്റ് തെക്ക്. അപ്പൊ നമുക്ക് അനുപേട്ടനെ വിളിക്കാം. പറ അനുപേട്ട, എന്താ ഈ ഒരു മൊമെന്റിൽ ഇപ്പൊ പറയാനുള്ളത്? ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ ഒരു സന്ദർഭത്തിൽ. നമ്മൾ കുറേ അധികം പരിശ്രമിച്ചിട്ടാണ് ഈ ഒരു സംഭവം ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റിയത്. എല്ലാ ഭാഗത്തു നിന്നും എതിർപ്പുണ്ടായിരുന്നു. അവസാനം എല്ലാ ഭാഗത്തു നിന്നും സമ്മതമായിട്ട് എല്ലാവരും എത്തി. എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. ഏറ്റവും കൂടുതൽ എന്നെക്കാളും ഏറ്റവും അധികം പരിശ്രമിച്ചത് പുള്ളിക്കാരിയാണ്. ഇതിൻ്റെ മൊത്തം ക്രെഡിറ്റ് മൊത്തം. ഓക്കെ, ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും താങ്ക് യു. അനുപേട്ടൻ കുറച്ച് ഇമോഷണൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അരുന്ധതി ഒരു വലിയൊരു സ്പീച്ച് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അബൌട്ട് അനൂപ് ചേട്ടൻ. ലെറ്റ്സ് ഹിയർ ദാറ്റ്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും പേരെടുത്ത് പറയാൻ പറ്റേട്ടാ. എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും ബിഗ് താങ്ക്സ്. എല്ലാ പ്രൊഫഷനിൽ നിന്നും എൻ്റെ അതുപോലെ എൻ്റെ ബന്ധുക്കളും എല്ലാവരും വന്നിട്ടുണ്ട്. വിളിച്ച് എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി. പിന്നെ നാളുകളായി ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒന്ന് നടത്തണമെന്ന്, പക്ഷെ നടക്കുമെന്ന് വിചാരിച്ചില്ല. എന്തായാലും സെറ്റായി, എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഹാപ്പിയാണ്. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു. ശരി. ഭർത്താവ് അതെ, ഏതൊക്കെ ഭർത്താവൊന്നും വിളിച്ചിട്ടില്ല. അപ്പം ഇങ്ങനെ ഒത്തിരി നാൾക്ക് ശേഷം ഞങ്ങളുടെ സ്വപ്നം സാക്ഷാത്കാരമായി. അങ്ങനെ ഞങ്ങൾ പുതിയ ജീവിതത്തിലോട്ട് ഇന്നും തൊട്ട് കടക്കുകയാണ്. അതെ, എല്ലാവരുടെ പ്രാർത്ഥന അനുഗ്രഹം ഉണ്ടായിരിക്കണം. ഓക്കെ, താങ്ക് യു. ഇവർ രണ്ടുപേരെ പറ്റി എന്താ സംസാരിക്കാനുള്ളത്? മനസ്സിൽ നിന്ന് വരട്ടെ. വളരെ വലിയൊരു സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ ഒത്തൊരുമയുടെ, അതായത് പല കല്യാണങ്ങളും വീക്ഷിക്കാൻ നമ്മൾക്ക് സാധിച്ചിട്ടുണ്ട്. ആചാരപരമായിട്ടും താലി കെട്ടി വളരെ വലിയൊരു ആചാരപരമായി പോകുന്ന കല്യാണങ്ങൾ കണ്ടിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു കല്യാണം ഇവർ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഇവർ പല പ്രാവശ്യം പറഞ്ഞുകൊണ്ട് എതിർപ്പ് എന്നുള്ളത് സമൂഹത്തിൽ നിന്ന് വന്ന പല എതിർപ്പുകളുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇവർ എതിർപ്പ് എന്ന്, ബന്ധുക്കളിലുപരി സമൂഹത്തിൽ നിന്നുണ്ടാവുന്ന വലിയൊരു എതിർപ്പ്. ആ സാധനത്തിനെ വളരെ ക്ലിയറായിട്ട് അവർ അട്ടിമറിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഈ കൂടിയിരിക്കുന്ന ആൾക്കാരുടെ സന്തോഷം, അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവെന്ന് പറയുന്നത്. ഈ താലി കെട്ടി അല്ലെങ്കിൽ ആചാരപരമായി അങ്ങനെ ഒരു പോകുന്നതിനെക്കാട്ടി വലിയൊരു ബെറ്ററായിട്ടൊരു ലൈഫ് നിങ്ങൾ എന്ന് വീക്ഷിച്ചാലും ഇവരിൽ കാണാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയുന്നത്. വേറെ ഏത് കല്യാണം ഭയങ്കര ആചാരവും ആർഭാടവും ആ രീതിയിൽ പോയിരുന്നതിനേക്കാളും സ്നേഹത്തോടെ എല്ലാ കാലവും മുന്നോട്ട് പോകുമെന്ന് ഉറപ്പുള്ള ഒരു വിവാഹമായിരിക്കും ഇത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു വിജയം. പിന്നെ അനൂപ് എപ്പോഴും വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. വ്യത്യസ്തമായിട്ട് ചിന്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നു. അത് സഡനായിട്ട് തന്നെയുള്ള ഒരു ആക്ഷനും, അതാണ് അനൂപിൻ്റെ ഏറ്റവും വലിയൊരു വിജയം. അത് അവൻ്റെ ജീവിതത്തിൽ എന്നും സക്സസ് ആയിട്ട് നിന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതേപോലെ ബെറ്ററായിട്ടൊരു ചോയ്സാണ് അല്ലെങ്കിൽ ബെറ്ററായിട്ടൊരു പങ്കാളിയാണ് നമ്മുടെ അരുന്ധതി. ഫ്രണ്ട്സിനോടായിരുന്നാലും നമ്മളോട് ഇടപെടുന്നതായിരുന്നാലും അത് വളരെയധികം ഒരു അവരുടെ ബന്ധത്തെ പോലെ തന്നെ നമ്മുടെ ബന്ധത്തെയും വളരെയധികം ചേർത്ത് നിർത്തുന്നുണ്ട്. അപ്പോൾ അവരുടെ ലൈഫ് എപ്പോഴും ഒരു പാഠമാണ് എന്നതാണ്. ഇത് കാണുന്ന ഓരോ ആൾക്കാരും നിങ്ങളുടെ കല്യാണങ്ങൾ ഇതേപോലെ ആചാരത്തിന് വിട്ടുകൊടുക്കാതെ ഇതേപോലെ വളരെ മനോഹരമായി എല്ലാവരും മനസ്സിൽ ഇടം പിടിക്കുന്ന ഒരു കല്യാണത്തെ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് ഒരു വലിയൊരു വിജയം. കുഞ്ഞ് ഗെയിം കൊടുക്കാം. മിക്ക കല്യാണങ്ങളിലും കണ്ടുവരുന്നത്, അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു പ്ലക്കാർഡിൽ മിസ്റ്റർ ആൻഡ് മിസ്സസ് എന്നുള്ള ഒരു പ്ലക്കാർഡുള്ളത്. ഇത് പിടിച്ച ഒരു ബ്രൈഡ്, ഇതൊരു മിസ്സസ്. അതായത് വെള്ള കാർഡ് അരുന്ധതിയും ബ്ലാക്ക് കാർഡ് അനൂപ് ചേട്ടനുമാണ്.
അപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. നമ്മൾ കണ്ടിട്ടുള്ള ഷോ ഗെയിം പോലെ തന്നെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അത് ആരാണോ അതിന്റെ ആൻസർ, ഇപ്പം അരുന്ധതി ചേച്ചി ആണെങ്കിൽ വൈറ്റ് കാർഡ് കാണിക്കാം. പക്ഷെ രണ്ടുപേരും തമ്മിൽ നോക്കാൻ പാടില്ല. രണ്ടുപേരും എഴുന്നേറ്റ് തിരിഞ്ഞു നിൽക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, നിങ്ങളൊരു മനപ്പൊരുത്ത് നമ്മളൊന്ന് കണ്ടുപിടിക്കട്ടെ. ഓക്കെ, വായോ. ഒന്ന് എഴുതിക്കൂ. രണ്ടുപേരും ഫേസ് ടു ഫേസ് അല്ല, നിങ്ങൾ നോക്കാണ്ട് അരുന്ധതി അങ്ങോട്ടും ചേട്ടൻ ഇങ്ങോട്ടും. നിങ്ങൾ നോക്കിക്കോണേ, വൈറ്റ് കാർഡാണോ ബ്ലാക്ക് കാർഡാണോ കാണിക്കുന്നതെന്ന്. വൈറ്റ് കാർഡിൽ മിസ്സസ് അല്ലേ? ആ അതെ, വൈറ്റ് കാർഡ് അരുന്ധതിയുടെ, ബ്ലാക്ക് കാർഡ് അനൂപ് ചേട്ടന്റെ. അപ്പൊ ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ, ഒരു ട്രയൽ ക്വസ്റ്റ്യനെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇപ്പൊ കല്യാണം കഴിഞ്ഞത് കൊണ്ട് ഞാൻ ഭർത്താവും ഭാര്യയ്ക്കുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, അതായത് ആരായിരിക്കും കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് ഇനി എടുക്കാൻ പോകുന്നത്? ആരായിരിക്കും കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് എടുക്കാൻ പോകുന്നത്? പെട്ടെന്ന് വേണേ, അനൂപ് ചേട്ടന് ഒരു ഡൗട്ടും ഇല്ല, പെട്ടെന്ന് കാണിക്കണം. ഇവിടെ സ്നേഹത്തിന്റെ രണ്ടുപേരും ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം. ചേട്ടൻ പറയുന്നത് ചേച്ചി എടുക്കുന്നത്, ചേച്ചി പറയുന്നത് ചേട്ടൻ എടുക്കുന്നത്. ഇത് നോക്കിക്കേ, ഇതൊക്കെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. ഓക്കെ, ഇനി ഇത് പറ്റത്തില്ല, പന്തിയിൽ പക്ഷാഭേദം ഇല്ല. അപ്പൊ മനസ്സിൽ നിന്ന് ഉള്ളതുപോലെ ഞങ്ങളോട് പറയണം കേട്ടല്ലോ. ഓക്കെ, അപ്പൊ അതായിരുന്നു ട്രയൽ ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആരായിരിക്കും അതിരാവിലെ എണീച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്? അതായത് വീട്ടിലെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഓർഗനൈസ്ഡ് ആയിട്ട് മാനേജ് ചെയ്യാൻ പോകുന്ന ആരായിരിക്കും? ഓക്കെ, രണ്ടുപേരും ചേച്ചിയെന്ന് സമ്മതിച്ചു. അവർ രണ്ടുപേരും കറക്റ്റ് ആൻസർ വരുമ്പോൾ അവർക്ക് കാണാൻ പറ്റില്ല. നിങ്ങൾ കൈ അടിച്ചാൽ അവർക്ക് മനസ്സിലാവും അവർ കറക്റ്റാ പറഞ്ഞെന്ന്. കൈ അടിക്കണേ. ഓക്കെ, ഇനി ആരായിരിക്കും കൂട്ടത്തില് നമ്മളിപ്പം എന്ത് പറയാ, നമ്മൾ ഇച്ചിരി പാമ്പർ ചെയ്യേണ്ടി വരിക? അതായത് നമ്മൾ കുറച്ചൊന്ന് കുട്ടിക്കളി അല്ലെങ്കിൽ കുറച്ചൊന്ന് നമ്മളൊന്ന് കൊഞ്ചിക്കേണ്ടി വരിക ആരായിരിക്കും? ഓക്കെ, അപ്പോ രണ്ടുപേരും ചേച്ചിയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത്, ആരായിരിക്കും കൂടുതൽ ഈ ഫിനാൻസ് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ അടിപൊളി? ഓക്കെ, ഞാൻ ബാഗിൽ തന്നതൊക്കെ. അടുത്തത്, ഇനി വീട്ടിലെ റെസ്പോൺസിബിലിറ്റീസ് കുറച്ചും കൂടെ കാര്യങ്ങൾ റെസ്പോൺസിബിൾ ആയിട്ട് ചെയ്യുന്ന ആരായിരിക്കും? രണ്ടാണ് ചേച്ചിയാണ് പറഞ്ഞത്. ഇവിടെ അമ്മ എന്റെ ബോളല്ലേ എന്നൊക്കെ. ഓക്കെ, ഇനി വീട്ടിലൊക്കെ ഒരു കുഞ്ഞൊരു വഴക്കൊക്കെ വന്ന ആരായിരിക്കും ഒന്ന് തോറ്റു കൊടുക്കുക? ആദ്യം ഒന്ന് തോറ്റു കൊടുക്കുക ആരായിരിക്കും? കൈയടിക്ക. നമ്മ പെമ്പിള്ളേർ അങ്ങനെ വിട്ടുകൊടുക്കില്ല, സോറി. ഇനി ഈ വഴക്ക് വരുമ്പോ ചിലപ്പോ ആരായിരിക്കും ഒരു സോറി ഒക്കെ പറയാ? ചേട്ടൻ തന്നെ. ഓക്കെ, ഇനി ഇപ്പൊ വീട്ടിൽ നമ്മൾ ടി വി കണ്ടോണ്ടിരിക്കുമ്പോ ആരെ കയ്യിലായിരിക്കും ടിവിയുടെ റിമോട്ട് കൺട്രോൾ? ആരായിരിക്കും അത് കൺട്രോൾ ചെയ്യുക? ടി വി കാണാൻ. എന്നാലും ഒരു ഞാനൊന്ന് പറയാന്നൊക്കെ. അത് കള്ളക്കളി അത് വരുന്നില്ല. ഇനി കൂട്ടത്തിൽ ആരാണ് കുറച്ച് ഇമോഷണൽ? രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ, അവർ രണ്ടുപേരും ഇമോഷണലാണ്, ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും സ്നേഹിച്ചോളാം എന്നൊക്കെ. ഇനി ആരാണ് കൂടുതൽ റൊമാൻറ്റിക് ഡേറ്റ്സ് ഒക്കെ പ്ലാൻ ചെയ്യുന്നത്? റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആരാ കൂടുതൽ? രണ്ടുപേരും കറക്റ്റാ പറഞ്ഞു കേട്ടോ. ചേട്ടൻ നീ എന്നെ തന്നെയല്ലേ പറഞ്ഞതൊക്കെ നോക്കുക. പിന്നെന്താണ്, പിന്നെ നിങ്ങൾ ഇച്ചിരി ഒന്ന് മാറിയിരിക്കുമ്പോ കൂടുതൽ മിസ് ചെയ്യുന്ന ആരായിരിക്കും? കൂടുതൽ എപ്പോഴും മിസ് യു ഇവര് ചുമ്മാ കേട്ടോ, ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാണ്. സത്യം പറ, നിങ്ങൾക്ക് നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയോ? നിങ്ങൾക്ക് ഞാൻ ഇങ്ങനൊരു ഗെയിമിന്റെ കാര്യം ഇവരോട് പറഞ്ഞില്ല. ഇനി ഹൂ വിൽ ബി ദ ബോസ് അറ്റ് ഹോം? ആരായിരിക്കും വീട്ടിലെ ബോസ്? ആരായിരിക്കും? രണ്ടുപേരും കാരണം എടുക്കാൻ പറ്റുന്നില്ല. ഇവര് കറക്റ്റ് ആയിട്ട് എങ്ങനെ ഇത് കാണിക്കുന്നത് നോക്കിയേ. ഇതിനൊരു കൈയ്യടി കൊടുക്കും. ഇത് അവർ രണ്ടുപേരും പറഞ്ഞു, ഇത് കറക്റ്റ് ആയിട്ട് പറഞ്ഞില്ലേ? കൂട്ടുകാരങ്ങോട്ട് മാറി എന്നു തോന്നുന്നു. ഇനി നമുക്ക് എല്ലാവർക്കും അറിയേണ്ട ക്വസ്റ്റ്യൻ, ഹൂ സെഡ് ഐ ലവ് യു ഫസ്റ്റ്? ഇത് കള്ളക്കളിയാട്ടാ. അങ്ങോട്ട് നോക്കിക്കോ, ശരിക്കും പറ ആരാ? എന്തായാലും ആര് ഐ ലവ് യു പറഞ്ഞാലും ഇനി അവരുടെ ഒരു 10, 100, 1000 വർഷം തമ്മിൽ ഐ ലവ് യു പറഞ്ഞ് അടിപൊളിയായിട്ടൊരു കിട്ടിലും ജീവിതം അവർക്ക് നമുക്കൊരു നല്ല കയറി എടുത്തവർക്ക് ആശംസിക്കാം. ഇനി വേണം ക്വസ്റ്റ്യൻ? മതിയോ?
ഓൾമോസ്റ്റ് ചോദിച്ചത് എല്ലാ ക്വസ്റ്റ്യനും ഇവര് കൃത്യമായിട്ട് പറഞ്ഞു. ഇനി വെറുതെ വേറെ പൊരുത്തം നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾക്ക് ഞങ്ങൾ എല്ലാവരും 10 on 10 തന്നിരിക്കുക. ഓക്കെ, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഈ ഫംഗ്ഷനിൽ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും എൻ്റെയും എൻ്റെ സുഹൃത്തുക്കളുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇതുപോലൊരു നല്ലൊരു മുഹൂർത്തത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അകമൊഴിഞ്ഞ നന്ദി ഞങ്ങൾ എല്ലാവരും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ തന്നെ എൻ്റെ പ്രിയവൃത്തങ്ങൾക്ക് വിവാഹ മംഗള ആശംസകൾ നേർന്നുകൊള്ളുന്നു. ഇവരെ പ്രണയത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും ഒരു ലവ് മാരേജ് ആയിരുന്നു. ഇരവഴിഞ്ഞു പൊഴിഞ്ഞ കടലിനുള്ളതാണെങ്കിൽ അനൂപ് അരുന്ധതിക്കുള്ളതാണ്. ഓക്കെ, അനൂപ് നല്ലൊരു സുഹൃത്താണ്, നല്ലൊരു ബ്രദറാണ്, പിന്നെ നല്ലൊരു ഭർത്താവെന്ന് തോന്നുന്നു. പിന്നെ ഹാപ്പി ഇങ്ങനെ കാണുന്നില്ല, അത്ര. താങ്ക് യു. ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അരുന്ധതി കുറേ കാലമായി ഞങ്ങളോട് ജോയിൻ ചെയ്തിട്ട്, പക്ഷേ വളരെ ഡെഡിക്കേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാഫാണ്. ഞങ്ങളുടെ കമ്പനി ക്ലോസ് ചെയ്തിട്ടാണ് ഞങ്ങൾ വന്നത്. ഒരാളെ ഇവിടെ തരുന്നത് എല്ലാവരും ഇതിൽ ഫംഗ്ഷനിൽ പങ്കെടുക്കാനും അടിച്ചു പൊളിക്കാനും കണക്കാക്കി വന്നിട്ടുള്ളത്. എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാനും എൻ്റെ ഫാമിലിയായിട്ടാണ് വന്നിട്ടുള്ളത്. താങ്ക് യു. താങ്ക് യു സോ മച്ച് സാർ. ആരും അരുന്ധതിനെ കണ്ണു വയ്ക്കല്ലേ. നല്ലൊരു ഭർത്താവ്, നല്ലൊരു MD, നല്ല കുറച്ച് ഫ്രണ്ട്സ്, നല്ല കൊളീഗ്സ്, നല്ല ഫാമിലി, നല്ലൊരു കാര്യം. എല്ലാവരും അടിപൊളി, എല്ലാവരും അടിപൊളി. പ്രിയപ്പെട്ട സദസ്സിന് വന്ദനം. എൻ്റെ അരുന്ധതി എന്ന് പറഞ്ഞാൽ എനിക്ക് മക്കളെ പോലെയാണ്. കാരണം ആദ്യമായിട്ട് നമ്മുടെ സ്കൂളിൽ ജോയിൻ ചെയ്യാൻ വന്നപ്പോൾ ഒരു കൊച്ചുകുട്ടി ഓടി ചാടി നടക്കുന്ന അങ്ങനെ ഒരു ചെറിയ കുട്ടി, അങ്ങനെ ഒരു പക്വത വന്നിട്ടില്ലാത്ത ഒരു പരുവത്തിലാണ് നമ്മുടെ സ്കൂളിൽ അദ്ദേഹത്തെ എത്തിച്ചേരുന്നത്. അപ്പോൾ നമ്മൾ മക്കളെ എന്ന് വിളിച്ചാണ് പലപ്പോഴും അരുന്ധതിയോട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. ആ രീതിയിൽ തന്നെ അത് ഉൾക്കൊള്ളുമായിരുന്നു. പിന്നെ അതിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവരെ കല്യാണം നടക്കണമെന്ന് എത്ര കാലം കൊണ്ട് ഞാൻ മക്കളെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു. ഒത്തിരി കാലമായി എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് 4 കൊല്ലത്തോളമായി അല്ലേ? 4 കൊല്ലമായി. അപ്പോൾ ഇത്രയും കാലം എങ്ങനെയാണ് ഇവർ മുന്നോട്ട് പോയെന്ന് പോലും നമുക്ക് സംശയം തോന്നി. അങ്ങനെ എന്തായാലും ഇത്രയും കാലം വളരെ ക്ഷമയോടും സ്നേഹത്തോടും ഇങ്ങനെ കാത്തിരുന്ന നമ്മുടെ അരുന്ധതി അനൂപിന് എക്കാലവും അവരുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന്, അതിനുവേണ്ടി സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജീവിതത്തിൽ കടക്കുമ്പോൾ ഒരു ഉപദേശം എന്തു കൊടുക്കും എന്നാണ് ചോദിക്കുന്നത്. ഒറ്റ കാര്യമേ ഉള്ളൂ, ഞാനാണ് ഏറ്റവും വലുതെന്ന് രണ്ടുപേരും ചിന്തിക്കാതിരിക്കുക. എന്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ആരാണ് ആദ്യം അതിന് വേണ്ടിയിട്ട് സോറി എന്ന് പറയും എന്നൊരു വാശി, ഒരു ആദ്യം ഞാനാണ് സോറി പറയും എന്ന് നിങ്ങൾക്ക് തോന്നണം. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാകാം അല്ലേ? കുടുംബജീവിതത്തിൽ ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ആദ്യം അത് പരിഹരിക്കുന്ന ആളാരാണ് എന്ന് ഒരു വാശിയോടുകൂടി, ഒരു മത്സര ബുദ്ധിയോടുകൂടി അത് ചെയ്യുക. ജീവിതം അപ്പോൾ വളരെ വിജയകരമായി തീരുമെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. താങ്ക് യു. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു സോ മച്ച്. സച്ച് എ ഗ്രേറ്റ് അഡ്വൈസ്. റാണി ചേച്ചിയുടെ മോനാണ്. അച്ചട മുണ്ടൊക്കെ എടുത്ത് സുന്ദരനാണ്. ഹായ് സുന്ദര. വളരെ നല്ല ഓർമ്മകളാണ് ഇവരുമായിട്ടുള്ളത്. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് 4 വർഷമായി. ആദ്യം അവൻ SBI ക്രെഡിറ്റ് കാർഡിലായിരുന്നപ്പോൾ എൻഗേജ് നടന്ന് നവംബർ കല്യാണം നടത്തുമെന്ന് പറഞ്ഞു. അപ്പം അവൻ അടുത്ത ബാങ്കിലോട്ട് മാറി. ആ വർഷം കല്യാണം നടന്നില്ല. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും അടുത്ത നവംബറിൽ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു. ആ സമയത്ത് അവന് പ്രൊമോഷനായി. ആ സമയത്തും കല്യാണം കഴിച്ചില്ല. ഇതിൻ്റെ കല്യാണം മഹാഭാരതം പോലെ കാണ്ടായിട്ട് നീണ്ടു കിടക്കുകയാണ്. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാവിധ ആശംസകളും. പിന്നെ നമ്മളെന്നും കാണുന്നവരാണ്. മിക്കവാറും ദിവസം മാനവീയത്തൊക്കെ വെച്ച് നമ്മൾ കാണാറുണ്ട്. അപ്പം അതിൽ കൂടുതലൊന്നും പറയാനില്ല. ഞാൻ അടിപൊളിയാണ്. അടിപൊളിയാണ്. അപ്പോൾ ശരിക്കും അരുന്ധതി ഞങ്ങളുടെ ഒരു പെറ്റ് പോലെയാണ് അവിടെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ. അത് കാരണം എന്താ വെച്ചാൽ പല കാര്യങ്ങളും അരുന്ധതി ഇപ്പോൾ കുടുംബപരമായിട്ട് നോക്കിയാൽ ശരിക്കും നല്ലൊരു കുടുംബിനിയായിരിക്കും. കാര്യം
പല കാര്യങ്ങളും അരുന്ധതി പറയാറുണ്ട് അവിടെ വന്നിട്ട്. കുടുംബത്തിൻ്റെ കാര്യങ്ങൾ ഇപ്പോഴേ കുറേയൊക്കെ അരുന്ധതിയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ എന്തായിരുന്നാലും രണ്ടുപേർക്കും നല്ല ഒരു ഹാപ്പി മാരീഡ് ലൈഫ്, പരസ്പരം വിട്ടുകൊടുത്ത് സന്തോഷത്തോടുകൂടി ഒരു ജീവിതം ഉണ്ടാവട്ടെ. എനിക്ക് അനൂപിനെ വളരെ കുറച്ച് കാലമായിട്ട് തന്നെ അറിയാം. പക്ഷെ എന്നിരുന്നാലും ഒരുപാട് വർഷത്തെ അടുപ്പം തോന്നുന്നുണ്ട്. പിന്നെ അതുപോലെ പങ്കുവിനെ എനിക്കറിയാം. ഞങ്ങൾ ഇതിനു മുമ്പും ഒരുപാട് സ്ഥലങ്ങളിൽ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇന്ന് നല്ലൊരു മുഹൂർത്തമാണ്. അപ്പോൾ ഇതിനു മുമ്പ് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയായിരിക്കണം ഇനി മുമ്പോട്ടുള്ള ജീവിതവും. ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അതിനുപരി നല്ലൊരു ഫ്രണ്ട്സ്, എന്തും ഷെയർ ചെയ്യുക, അതായിരിക്കണം നിങ്ങളുടെ മുമ്പോട്ടുള്ള മോട്ടിവേഷൻ. പിന്നെ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഫ്രാൻസിസ് മറ്റേ ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വന്ന പോലെ പ്രോപ്പർ കാര്യം പിള്ളേർക്ക് പറഞ്ഞു കൊടുത്തു. മിസ്റ്റർ രാഹുൽ കൃഷ്ണൻ. കുറച്ച് പ്രത്യേകം പറയാനുള്ള കാര്യമൊന്നുമില്ല, എല്ലാവരെയും അറിയാം. എന്താ പറയാ, സ്റ്റാർട്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ ആയിരുന്നു. ഞാൻ തന്നെയാണ് എല്ലാത്തിൻ്റെയും കാരണം. കഥയെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. എൻ്റെ കുഞ്ഞിൻ്റെ ഡെലിവറി ടൈമിന് രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്നു. പ്രപ്പോസൽ നോക്കുമായിരുന്നു അനിയത്തിക്ക്. ആ സമയത്ത് ഞാനും എൻ്റെ വൈഫും കൂടെ സജസ്റ്റ് ചെയ്യാണ് അനൂപിനെ. പക്ഷെ അനൂപിന് ഒട്ടും താല്പര്യമില്ലായിരുന്നു. പിന്നെ എന്താ പറയാ, ഫസ്റ്റ് കണ്ട ഉടനെ വേറൊന്നുമില്ല, എടുത്ത ഉടനെ ഐ ലവ് യു പറഞ്ഞോളൂ. ആരാന്നറിയാമോ? എൻ്റെ അനിയത്തി. എനിക്കിഷ്ടമാണ്, ചേട്ടന് ഇഷ്ടമാണോ എന്നാണ് ചോദിച്ചത്. അവന് ആദ്യം എന്തോ അവിടെ വിടുന്നു, നേരത്തെ വിടുന്നു. പിന്നെ എന്താ കിടന്ന് ഉരുളുമല്ലോ. ഇല്ല, എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. അതെ അതെ അതെ. പിന്നെ പറഞ്ഞ് സമ്മതിപ്പിക്കണം എന്നുള്ളത് കൊണ്ട് അവൻ എന്താ പറയുക, ഫ്രണ്ട്സിനെ വിട്ടു എൻ്റെ അടുത്ത് സംസാരിപ്പിച്ചു. എനിക്ക് താല്പര്യമില്ല, എനിക്ക് കുറച്ച് വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, ജോലി സംബന്ധമായിട്ട്. അതെ അതെ അതെ, പ്രൊമോഷൻ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് കല്യാണമൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരുവിധം എന്താ പറയാ, അതെ പണി കിട്ടി, അത്രേ ഉള്ളൂ. അതൊരു നല്ല പണിയായിട്ട് ജീവിതകാലം മുഴുവൻ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഹാപ്പി മാരീഡ് ലൈഫ്. വളരെ സന്തോഷമുണ്ട്, അടിപൊളിയാണ്, സുന്ദരനാണ്, സുന്ദരിയാണ്. വളരെ സന്തോഷം നിറഞ്ഞ ഒരു പുതുവർഷമാണത്. വളരെ നീണ്ട ഒരു കാത്തിരിപ്പ് ശേഷമാണ് ഈ വിവാഹം നമുക്ക് നടത്താൻ കഴിഞ്ഞത്. ഏകദേശം 4 വർഷത്തോളം കാലമായി ഇവരെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട്. നമ്മുടെ കുഴപ്പം കൊണ്ടായിരുന്നില്ല, അവർക്ക് സ്വന്തം കാലിൽ നിൽക്കുന്ന രീതിയിലേക്ക്, ഒരു നിലയിലേക്ക്, ഒരു ജോലി സമ്പാദിച്ചതിന് ശേഷം മതി വിവാഹം എന്നുള്ള താല്പര്യം യോജിക്കുകയായിരുന്നു. എങ്കിലും അവർ നിലയിടത്തിലെ വിവാഹ പന്തലും മറ്റ് സാഹചര്യങ്ങളുമാണ് നമ്മൾ യോജിക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയത്. പക്ഷെ ആദ്യം നമുക്ക് പ്രയാസങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു, എങ്ങനെയായി തീരും എന്നുള്ളതിനെ കുറിച്ച്. പക്ഷേ പുതിയ തലമുറയാണ്, അവർ കടന്ന് ചിന്തിക്കുന്നവരാണ്. അത്രത്തോളം ചിന്തയിലേക്ക് നമുക്ക് രക്ഷിതാക്കി എത്താൻ കഴിഞ്ഞില്ല. അതിൻ്റെ ഒരു ചെറിയ അകൽച്ച മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ വളരെ സന്തോഷമായിരുന്നു. നമ്മൾ ഉദ്ദേശിച്ചേക്കാളും കൂടുതൽ ഗ്രാൻഡായിട്ട് ഈ പ്രോഗ്രാം നടത്തിയിട്ടു. നമ്മുടെ ബന്ധുക്കളെല്ലാം എത്തിച്ചേരാൻ കഴിഞ്ഞു. വളരെ വളരെ സന്തോഷമാണ്. ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഇന്ന് വിവാഹിതരായ എൻ്റെ മക്കൾ അനൂപിൻ അരുന്ധതിക്കും വിവാഹമംഗള ആശംസ നേരുന്നു. താങ്ക് യു. സ്നേഹാർദ്രമാം ഏതോ പദം തേടുന്നു നാം, ഈ നമ്മളിൽ നിൻ മൗനമോ പൂമാനമായി, നിൻ രാഗമോ ഭൂപാളമായി, എൻ മുന്നിൽ നീ പുലകന്യയായി, ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്ത്രിയിൽ.
മപദനി ദപ മഗരി ഗമ പദനി ധനി മഗരി ധനി ദപ മഗരി ധനി ദപ ദ ധനി ഗരി നി ദ മഗരി സരി ഗമ പ ഗമ പദ മപദനി ഗരി രിസ സനി നി ദ ദപ ഗരി രിസ സനി നി ദ ദപ ഗരി രിസ സനി നി ദ ദപ ഗരി ധനി ദപ സരി ഗമ പരി ഗമ പദ ഗമ പദനി രി ഗമ പനി സരി ഗമ പക്കാല. പ്ലാവില പൊൻതളികയിൽ പാൽ പായസ ചോറുണ്ണുവാൻ പിന്നെയും പൂമ്പൈതലായി കൊതി തുള്ളി നിൽക്കുവതെന്തിനോ ചെങ്കതളി കോമ്പിൽ ചെറുതുമ്പിയായി തേനുണ്ണുവാൻ കാറ്റിനോടു കെഞ്ചി ഒരു നാട്ടുമാങ്കനി വീഴ്ത്തുവാൻ ഇനിയും ഈ തൊടികളിൽ ഇളവേൽക്കാൻ മോഹം ശ്രീരാഗമോ തേടുന്നു നീ വീണ തൻ പൊൻതന്ത്രിയിൽ. നാട്ടിലെ പൊഴിയും മഞ്ഞിലെ തിരയും നിന്റെ വഴി അവിടെ തട്ടി ഇവിടെ തട്ടി ഒരു പൂങ്കൊമ്പിൽ ചേക്കേറി നഗരം തൊന്നിയ മഴവിൽ പാതയിൽ തുടരൂ നിന്റെ ഗതി രാവു പകലോരോ നേരത്ത് ഓർമ്മയുടെ ഓളം നീന്തിയിട്ട് ഓടിയടികാരോ വന്നില്ലേ മിഴിയൊന്ന് തിളങ്ങിയില്ലേ. കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന് പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു കാണാതെ വയ്യെന്ന തോന്നലായി കണ്ടിട്ടും കണ്ടിട്ടും പോരാറായി തൊട്ടപ്പോൾ ആത്മാവിൽ തേൻ നിറഞ്ഞു പൂ പോലെ നീ വിരിഞ്ഞു ഉള്ളിൽ ഒളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളുടെ തുള്ളികളായി കണ്ട നേരം കൊണ്ടലായി കൊണ്ടലിൽ മിന്നലായി മിന്നൽ വള കയ്യിൽ ഇട്ട പെണ്ണഴകേ എത്തിത്തൊടാൻ എത്തുകില്ല മാറിവില്ലാണു നീ മിന്നൽ വള കയ്യിൽ ഇട്ട പെണ്ണഴകേ എത്തിത്തൊടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. ചന്ദനം തൊട്ട് അത്തിമരച്ചോട്ടിൽ വന്നാൽ താരകരാവ് രാവിൽ നിന്റെ
കണ്ട് പുളകം കൊണ്ട് നല്ലിളം കാറ്റ് കണ്ണാടി പുഴയിലെ പൂന്തിരകൾ ഒരു 100,000 വർഷം ഇതുപോലെ രണ്ടുപേരും ചിരിക്കുട്ടികളായിട്ട് ഇങ്ങനെ അങ്ങ് പോട്ടെ. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന്. പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. ഉള്ളിൽ ഒളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളുടെ തുള്ളികളായി കണ്ട നേരം കൊണ്ടലായി കൊണ്ടലിൽ മിന്നലായി. മിന്നൽ വള കയ്യിൽ നിട്ട പെണ്ണഴകേ എത്തിത്തോടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. മിന്നൽ വാഴ കയ്യിൽ നിട്ട പെണ്ണഴകേ എത്തിത്തോടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. പൂവേ പൂവേ താഴം പൂവേ നെഞ്ചിൻ നാളം നീ. പൂവേ പൂവേ താഴം പൂവേ നെഞ്ചിൻ നാളം നീ. വീണ്ടും വീണ്ടും കാണാൻ തോന്നും മായാജാലം നീ. അഴകെ ആഴിക്കണ്ണാലെ തഴുകും അമ്പിളിക്കുഞ്ഞോളെ അരികിൽ ചേർന്നിരിക്കൂലേ നിലവേ. വെറുതെ വാടി നിൽക്കാതെ ചിരിയിൽ മുത്തുകുടഞ്ഞാട്ടെ മഴവിൽ ചന്തമേ.